പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂമുകളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു, ഞാൻ പാത്തിരിക്കുകയായിരുന്നു. എല്ലാരും ഒന്ന് പോകട്ടെന്ന് കരുതി. എന്താ നാണമുണ്ടോ? എനിക്ക് നാണമൊന്നുമില്ല. എനിക്കറിയാം എന്ത് നീ നാണവും മാനവൊന്നും ഇല്ലാത്തവളാണെന്നോ. നിന്റെ ചെറിയൊരു പേടിയുണ്ടല്ലേ. ഓ, കൊക്കെ എത്ര കുളം കണ്ടതാ. ഈ കൊക്കിനെ ഞാൻ അങ്ങ് കൊന്ന് കറി വെച്ച് തിന്നട്ടോ. കറി വെച്ച് തിന്നുന്നതൊക്കെ കൊള്ളാം. മുള്ള തൊണ്ടിപ്പിന് സൂക്ഷിക്കും. ഒരു തമാശക്കാരി. ആട്ടെ, നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് എവിടെയാ? നമുക്ക് ഊട്ടിയിൽ പോയാലോ? ഊട്ടി എന്ന് പറഞ്ഞ ഭയങ്കര തണുപ്പല്ലേ? ഊട്ടി എന്ന് പറഞ്ഞാലൊന്നും ഒരു തണുപ്പില്ല. പിന്നെ കാശ് ചെലവാക്കി അവിടെ ചെന്നാലേ ഉള്ളു തണുപ്പും. ഇതൊക്കെ ആരോ പറഞ്ഞ് പറ്റിച്ചു വെച്ചിരിക്കുന്ന എന്റെ കുസുമത്തെ. സംസാരിച്ചിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ കുസുമം. ആരാന്നറിയാൻ വേണ്ടി ഈ സമയത്ത് അമ്മയായിരുന്നോ? പിന്നെ ഒരു പെണ്ണോട് ഒറ്റയ്ക്കിരിക്കാൻ എന്താ വേണം? പിന്നെ ഒരു പെണ്ണോട് ഒറ്റയ്ക്കിരുന്ന സഹിക്കത്തില്ല നിനക്ക്. എടാ നിന്റെ അച്ഛൻ കൊട്ടമ്മടാ. ഞാൻ കണ്ടില്ല അച്ഛനായിരുന്നു. കല്യാണം ഉണ്ടാവും നിൽക്കണം. അങ്ങോട്ട് നീ കുടിക്കാൻ അങ്ങനെ പോയാൽ മതി. എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ അമ്മച്ചി വേറെ കാര്യങ്ങൾ നോക്കും. മക്കളെ മരുമോളെവിടെ? എന്റെ മരുമോളെവിടെ? അമ്മയായിരുന്നു. അല്ല, നമ്മുടെ നായരായിരുന്നു. ഞാൻ വിചാരിച്ചു വല്ല റെയ്ഡുമായിരിക്കുമെന്ന്. ഇതേപോലെ ഇങ്ങോട്ട് നോക്കിയേ. ഇതെന്താണെന്നറിയാമോ? ഈ വീടിന്റെ താക്കോല. അങ്ങോട്ട് പിടിക്കുക. ഇനി ഇതിന് അവകാശം നീയാണ്. നോക്ക്, വീടിന്റെ താക്കോല്. ഞാൻ എത്ര ഭാഗ്യവതിയാ. വന്നു കയറിയപ്പോൾ തന്നെ വീടിന്റെ താക്കോൽ അമ്മേനെ ഏൽപ്പിച്ചില്ലേ? ആ, നീ ഭാഗ്യവതിയാണ് മോളെ, ഭാഗ്യവതിയാണ്. ഇനി മാസാമാസമുള്ള വീടിന്റെ വാടക മോള് തന്നെ അടച്ചാൽ മതി. വന്ന് കയറിയ പെണ്ണിനെ ഇങ്ങോട്ട് പേടിപ്പിക്കല്ലേ അമ്മച്ചി. അവളെ പേടിപ്പിക്കാൻ ഞാൻ കാട്ടാനെങ്ങനെയാണോ? അവൾ നിങ്ങൾ എന്തോ കാട്ടാൻ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്? എന്തെന്നറിയാൻ വയ്യല്ലത്. അവൾ ഇങ്ങനെ പേടിപ്പിക്കല്ലേ. അയ്യാക്കളെ കുഴപ്പമില്ല. പനിയാണോ? പനിയൊന്നുമില്ലല്ലോ. ചൂടുവെള്ളം വല്ല വേണം? ഉള്ള കട്ടൻ്റെ എടുക്കട്ടെ. കട്ടന്റെ ചൂടുവെള്ളമൊന്നും വേണ്ട. ഇങ്ങോട്ട് നോക്കിയേ. പാലിമ്പഴം എടുക്കട്ടെ. ഞാൻ എന്താ തത്തേ? നിനക്ക് എന്താ നിനക്ക്? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. എടി പെണ്ണ, നിനക്ക് ചൂടുവെള്ളം വല്ല വേണം? വേണ്ട. നീയാണോ ആലോചിക്കുന്നത്? കട്ടഞ്ചാലും കുടിയാക്കൊള്ളാം. വേണ്ടമ്മേ. വേണ്ടെങ്കിൽ വേണ്ട. ചെറുക്ക പിന്നെ വേറെ കാര്യം ഞാൻ പറയാം. ആദ്യമായിട്ട് വന്ന കൊച്ച അതിനെ വിഷമിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് വീട്ടിൽ വിറകിന്റെ പരിപാടിയൊക്കെ അങ്ങ് നിർത്തിയിട്ട് കൊച്ചിനൊരു ഗ്യാസ് കണക്ഷൻ നീ എടുത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ? ആദ്യമായിട്ട് വന്ന കൊച്ച അതിനെ വിഷമിപ്പിക്കരുത്. അതുകൊണ്ട് വിറകിന്റെ പരിപാടിയൊക്കെ അങ്ങ് നിർത്തിയിട്ട് കൊച്ചിനൊരു ഗ്യാസ് കണക്ഷൻ നീ എടുത്ത് കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞോണ്ട് വന്നത്. ചെറുക്കാൻ വല്ലോ പറയുന്നത് നീ എന്താണ് കത്തോട്ട് നോക്കണ? നീ എങ്ങോട്ട് നോക്കണത്? ഇവര് ഇതൊന്നറിയാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാ പിള്ളേർ. പിന്നെ 10-25 വർഷം കൊണ്ട് ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ കിടന്ന് നോക്കുന്നത്. നല്ല ഗതി എനിക്ക് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ കിടന്ന് നോക്കൂ നോക്കൂ നോക്കുന്ന പറഞ്ഞ് നിൽക്കുന്ന എന്തിനാ? എന്താ വേണ്ട? എന്താ നിങ്ങൾ പറയുന്ന കേൾക്കാം. ആദ്യമായിട്ട് വന്ന കൊച്ച അതിനെ വിഷമിപ്പിക്കരുത്. അതുകൊണ്ടേ വിറകിന്റെ പരിപാടിയൊക്കെ അങ്ങ് നിർത്തിയിട്ട് കൊച്ചിനൊരു ഗ്യാസ് കണക്ഷൻ എടുത്ത് കൊടുക്കണം കേട്ടോ. കണ്ടാടേ അമ്മയുടെ സ്നേഹം. നാളെ തൊട്ട് ഈ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ. ഇനി അതാ പറയുന്ന സ്നേഹമെന്ന്. സ്നേഹം കൊണ്ടൊന്നുമല്ല. പിന്നെ അവൾ ഈ വീടിന്റെ വിളക്കാണ്. അവൾ അടുക്കളയിൽ നിന്ന് കത്തുന്ന എനിക്ക് കാണണം. ഇറങ്ങണ വെളിയില് ഒരിക്കൽ പുറത്തിറങ്ങില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് 36 പെണ്ണ് കണ്ടിട്ട് അവർ കല്യാണം നോക്കി ആയത്. രാവിലെ അവിടെ നിങ്ങൾക്ക് പറഞ്ഞേക്കണല്ലേ? സംസാരിക്കുന്നത് ഇന്നേ വരെ കഴിച്ചുകൊണ്ട് സംസാരിച്ചില്ല. എന്റെ കൊച്ചിനെ കൈവച്ചവളെ കൊടുത്തോടെ ശ്രീധരത്തിന്റെ കൂടെ 5 കിലോ കൈവശമായിട്ടാണ് വന്ന് ഞാൻ പറഞ്ഞുണ്ടാക്കും. പെണ്ണിനെ കിട്ടിയപ്പോ എല്ലാം
എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞുണ്ടാക്കാൻ മേടിക്കുകയാണല്ലോ മറ്റേ ചൂടുവെള്ളം വല്ലതും വേണം ഒരു സമാധാനം താമ എനിക്ക് ചൂടുവെള്ളം വേണ്ട ഗ്ലാസ് കട്ടൻ ചൂടുവെള്ളമൊന്നും വേണ്ടമ്മ അതിനൊക്കെ വേണ്ട വേണ്ട പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ എടുക്കട്ടെ വേണ്ട ഗ്ലാസ് ചൂടുവെള്ളം കൂടിയാണ് വേണ്ട വേണ്ട വേണ്ടെങ്കിൽ വേണ്ട പിന്നെ ഞാൻ വേറെ കാര്യം പറയാം നാളെ 1-2 പേര് ഇവിടെ വരും അവർക്ക് നാരങ്ങ വെള്ളമൊക്കെ ഇട്ട് കൊടുക്കണം നാരങ്ങ കൊടുക്കാം നാരങ്ങ എവിടെ ഇരിക്കും നാരങ്ങ എവിടെ ഇരിക്കുന്നു? ദൂരെ കട്ടിനടിയിരിക്കും ഈ കെട്ടിലടിയിലെ നാരങ്ങ കൊടുക്കാൻ വെള്ളം കണ്ടോളാം. ചെറുക്കാൻ രാജ്യം പിടിച്ച് കളിച്ചാൽ ചർച്ചയിൽ കേട്ടോ ചെറുക്കൻ വന്ന് തോണിക്കാൻ കളിക്കുവാ ചെറുക്കൻ വേണ്ട വെറുതെ കിടന്നതാ അമ്മ. ചെറുക്കനുണ്ടല്ലോ ചെറുക്കൻ ഞാൻ നോക്കിയോ ചുമ്മാ കേട്ടോ ഇങ്ങനെ കളിക്കൂ അയ്യോ എന്നാ അമ്മച്ചി നാരങ്ങ ആ. പോവല്ലേ ഇനി വാ ആ ഈ മുറുക്കാനും കൂടെ കൊണ്ടുവയ്ക്കും വലിയ മുറുക്കൊന്നും ചോദിച്ചില്ല അതിന്റെ പേരും പറയും ഇനി ഇങ്ങോട്ട് വരണ്ടല്ലോ അമ്മ ഇങ്ങനെ 2 ദിവസം കഴിയുമ്പോ അങ്ങ് മാറിക്കോളും. ഇല്ലെങ്കിൽ ചക്കര വീണ് മാറ്റിയെടുക്കാൻ. ചക്കര വാറ്റിയെടുത്ത വാറ്റിച്ചാരം ഉണ്ടാക്കി എക്സൈസാരം പിടിച്ചോണ്ട് പോകത്തില്ലയോ? അതല്ല അമ്മയുടെ സ്വഭാവം മാറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞത്. എന്ത് പറ്റി? അമ്മയെ കണ്ടപ്പോ അങ്ങ് പേടിച്ചു പോയോ? ഞാൻ ഇടിവെട്ടേറ്റതുപോലെ ആയിപ്പോയി. ദൈവമേ, ഇനി ഇടിവെട്ടേറ്റ തെങ്ങിലാണോ ഞാൻ തേങ്ങ എടുത്താൻ കയറേണ്ടേ? അതൊക്കെ പോട്ടെ ചേട്ടാ, കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഏതായാലും ഇനി ഒരാഴ്ച കഴിഞ്ഞ് ജോലിക്ക് പോയാൽ മതി. കല്യാണം കഴിഞ്ഞ പറഞ്ഞാൽ മണിയറെ കയറിയിരിക്കുന്ന ഭർത്താക്കന്മാരല്ല ഞങ്ങള്. പിന്നെ കല്യാണം കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകണം. മോളത് പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. അപ്പൊ സമ്പത്ത് കാലത്ത് റബ്ബർ നീ നട്ടാലോ? ആപത്ത് കാലത്ത് വലിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. അതൊക്കെ പോട്ടെ ചേട്ടാ, എന്റെ നെക്ലേസ് കൊള്ളാമോ? എന്തോന്ന് നെക്ലേസ് ഡിഗ്രിക്കാരിയാണെന്ന് ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് നെപ്ലസ് കുപ്ലസ് ആരെങ്കിലും കേട്ടാ എനിക്കല്ലേ എന്റെ നാണക്കേട്. പറയുമ്പോ അക്ഷരസ്ഫുടത വേണം. എങ്ങനെ? നിക്കോളാസ് കൊക്കക്കോളയും പറഞ്ഞിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ് എന്റെ കുസുമം. ഈ കിളവെ ഞാൻ എലിവശം കൊടുത്ത് കൊല്ലുന്നു. ആര് തന്നെ? ഞാൻ ക്ലാസ് എടുക്കാവുന്നതാണ്. പ്രസന്റ് സാർ, ഏത് കോളേജിൽ അധ്യാപകൻ? അയ്യോ, കോളേജിലല്ലേ, പാചകക്കാരൻ കുരുട്ട് വിജയ്. ഞാൻ എടാ കുരുട്ട് വിജയ, നീ ഇരുട്ട് വാക്കിനോട് ഇങ്ങോട്ട് കയറി വന്നല്ല. എന്തുവാണ് നിനക്ക് വേണ്ടത്? ഒരു അണ്ണം കുടിക്കുന്ന ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതാ. പാല് കൊണ്ടുവന്ന ക്ലാസ്സാ? ആ, പാല്. എടാ നിനക്കൊരു മര്യാദയില്ലടാ. ഈ സമയത്താണോ ഒരു മണിയറ കയറി വരുന്നത്? അതല്ല അണ്ണ, നമ്മൾ തമ്മിലുള്ള ഈ സോഷ്യലിസം വെച്ചേ. സോഷ്യലിസോ? എടാ നിനക്ക് സോഷ്യലിസം കാണിക്കേണ്ടത് കാറൽ മാക്സിന്റെ മുറി അല്ല, സുധാകരന്റെ മുറിയാടാ. അല്ല, ക്ലാസ് അണ്ണ എനിക്ക് അണ്ണം മുടക്കാനുള്ളതാണ്. ക്ലാസ്സിൽ എത്ര രൂപ? 25 രൂപ. 25 പോക്കറ്റ് ഇല്ലല്ലോ. 25 രൂപ കിട്ടോ? അല്ല അണ്ണ, ഒരു പൈന്റ് മേടിക്കാനുള്ള പൈസ. ഈ സമയത്തായതുകൊണ്ട്. അല്ല, നീ ചത്ത് കിടന്ന റീത്തിന് പോലും തരാത്തവനാ. എന്റെ സ്വഭാവം നിനക്കറിയാല്ലേ. എന്നാ വിട്ടു, ഈ പരിസരത്ത് കാണരുതേ. പൊയ്ക്കോ. മോളെ, ഇനി ആരുമില്ല, എല്ലാം ചേട്ടൻ ഡീൽ ചെയ്തു. പോയില്ല. ഇനി എന്തുവാടാ നിനക്കിവിടെ? അല്ല, എന്റെ ഒരു ചെരുവം. ഇതാണോ നിന്റെ ചരിവം? അത് ഉണ്ടാവല്ല അണ്ണ. എന്റെ പൊന്നു കുഞ്ഞ്, ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഇങ്ങനെ നിൽക്കരുത്. പിന്നെ ഇങ്ങനെ നിൽക്കണം. നാട്ടുകാരെ കൊണ്ടൊന്ന് പറയിപ്പിക്കാനുള്ള ജന്മം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ് എന്റെ കുസുമം. ചെറുക്കൻ വാതിലടടാ. ഈ ചെറുക്കൻ എന്തെന്നറിയാൻ വയ്യല്ലേ? എടി അവനെ ബോധമില്ല, നിനക്കെങ്കിലും പറഞ്ഞു കൊടുത്തൂടെ? പിന്നെ അമ്മച്ചി ഈ പരിസരത്ത് വന്ന് കിടന്ന് കറങ്ങുന്നേ. 9 മണിക്ക് ഉറങ്ങുന്ന കളവല്ലായിരുന്നു. ഇന്ന് നിങ്ങളെ കണ്ണടയത്തില്ലേ അമ്മച്ചി? കണ്ണടയത്തില്ലയോ? അല്ല മക്കളെ, നിനക്ക് പിന്നെ ചൂട് വെള്ളം വല്ലതും വേണമെങ്കിൽ തരാൻ വേണ്ടി ഞാൻ എന്റെ ദൈവമേ, ഈ വീട്ടിൽ ഇതിനും വേണ്ടി ചൂടുവെള്ളം ഇവിടെ ഇരിക്കുന്നു. അല്ല അവിടെ വണ്ടാതി തിളപ്പിച്ച അമ്മച്ചി ഇത്രയും മണ്ടാവി ചൂടുവെള്ളം തിളപ്പിച്ചിട്ടിരിക്കുന്ന കത്ത പനി പിടിച്ച് കിടന്നപ്പോ ഒരു ഗ്ലാസ് ചൂടുവെള്ളം നിങ്ങൾ തന്നോ? തന്നെ ചൂടുവെള്ളത്തിൽ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കൊള്ളാം. ഇങ്ങനെ ചെയ്യാൻ എനിക്ക് കാര്യം, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒരു അമ്മയുടെ അടുത്ത് ചോദിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ നിവൃത്തികേട് കൊണ്ട് ചോദിച്ചു പോവുക. നിങ്ങൾ ആദ്യ രാത്രി ഞാൻ വന്ന് ശല്യപ്പെടുത്തിയായിരുന്നോരാ? ഞാൻ എന്തോന്ന് പറയട്ടെ ദൈവം, ഞാൻ എന്റെ തല എവിടെയും കൊണ്ട് ചിരിച്ച് ഞാൻ ചാവും. ഞാൻ വലിയ കഴിച്ചു എന്നെ കാണാൻ വയ്യ. ചൂടുള്ളതല്ലേ വേണോടി? വേണ്ടമ്മേ. ഞാൻ എത്ര നേരം കൊണ്ട് ചോദിക്കുന്നേ?
വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ ചേട്ടൻ വേണ്ട, നീ കല്യാണം കഴിച്ചിട്ട് പെണ്ണെ ചേട്ടൻ തോന്നല്ലോ, നിങ്ങളുടെ പെണ്ണ് പ്രസവിച്ചല്ലോ. ഞാൻ എത്ര നാളായിട്ട് പറഞ്ഞു ഈ വീട്ടിലൊരു പുകയില്ലാത്ത അടുപ്പ് വേണം, ഒരു കക്കൂസ് വേണം. എന്തോടാ എന്റെ പൊന്നമ്മച്ചി അടുപ്പി പുകയില്ലെങ്കിൽ പിന്നെ എന്തിനാ കക്കൂസ്? അറിയില്ല, ചൂടും പിടിച്ചിങ്ങനെ ഉറങ്ങാതെ നടന്നോളും. നിനക്ക് ചൂടുവെള്ളം വല്ലതും വേണോ? കുടിയാക്കളെ വേണ്ടമ്മേ. ഒരു ഗ്ലാസ് ഹോർലിക്സ് എടുക്കട്ടെ? എന്നാൽ ഒരു ഗ്ലാസ് ഹോർലിക്സ്. ഹോർലിക്സ് എനിക്ക് ഹോർലിക്സ് കൂച്ചി എനിക്ക് മതിയായോ? എനിക്കറിയാം ഈ കുരുട്ട് നല്ല പറഞ്ഞു വരുമ്പോൾ ഇവിടെ തന്നെ അവസാനിക്കുന്നു. 10-22 വർഷമായി ഇന്ന് വരെ ഈ കൈയിലുള്ള പച്ചവളം പോലെ ഞാൻ കൊടുത്തിട്ടില്ല. സുധാരം കിട്ടിയിട്ടില്ലേ? പിന്നെ മക്കളെ അങ്ങോട്ട് പോകാണ്. അങ്ങോട്ട് ഒന്നും മനസ്സിലായിരിക്കില്ലേ? മോനാണല്ലേ വെള്ളം ചൂടാക്കാൻ നിൽക്കാതെ. നീ നോക്കിക്കോ, ഏതെങ്കിലും ഒരുത്തൻ അതിന് ദേവേന്റെ അച്ഛൻ മുത്തുപ്പൊട്ടരല്ല എന്നെ ഇനി ശല്യപ്പെടുത്തി അവനെ വെട്ടി 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 16 പീസാക്കി നിന്റെ കാലില് ചൂട്ടിക്കൊണ്ട് വെക്കി ഞാൻ. ശകലം ചോറിനാകുമ്പോ മോനെ കട്ടിലിന്റെ അടിയിൽ ആരെടുത്ത് വെച്ചിരിക്കുന്ന വെച്ചാ ചോറ്. അടുക്കള എല്ലാരും മാത്രം ലൈറ്റ് ഒന്ന് ഓഫാക്കണ്ടോ കേട്ടോ, ലൈറ്റ് ഓഫാക്കണ്ടോ സംസാരിച്ചിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങൾക്കുള്ള സമയമാണ്. എന്റെ കുസുമം റേഡിയോ സ്റ്റേഷൻ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോകണ മാമന്റെ കൂടെ കിടക്കാതിരുന്ന മാമ എന്തൊക്കെ മേടിച്ചു തരാന്നറിയാമോ? നീ കൊണ്ടുപോകാം, മഞ്ച് മുട്ടായി മേടിച്ചു തരാം, നിനക്ക് എന്തോ പുതിയ പാൻറ് പുതിയ ഉടുപ്പ് ഒക്കെ മേടിച്ചു തരാം. നീ ഇനി പറയാൻ നിനക്ക് മാമന്റെ കൂടെ കിടക്കണോ? അച്ഛനമ്മയും പറയാൻ നിനക്കല്ലേ, എന്റെ മോനാണ് സത്യം. ഞാൻ മാമ ഇതെല്ലാം മേടിച്ചു തരാം, മേടിച്ചു തരാം. മുഖ്യം ഇടാൻ 5 ദിവസം അവിടെ. ദൈവമേ രക്ഷപ്പെട്ടേ. കൊച്ചുമായി വലിയവർത്താനും പറയുമോ? ആരെങ്കിലും വാക്ക് നീ ഉറങ്ങാതെ ഈ റൂമിൽ കറങ്ങി നടക്കുവോ? ഉറങ്ങാവോ? നാളെ രാവിലെ കൊണ്ട് നീ ഉണരരുത്. ഓടാ അങ്ങോട്ട്, ഇവിടെ വാടാ. നിന്റെ ചന്തയിലെ തൊലയും കൂടെ കൊണ്ടുപോകും. ഓടാ അങ്ങോട്ട്. മനഃപൂർവ്വ എല്ലാരും കൂടെ അറിഞ്ഞു വെച്ചോണ്ട് ചെയ്യുന്ന പണി എന്റെ ഫാമിലി. ഇത് ഞാനിവിടെ കല്യാണം കഴിക്കാതെ ഒരു കന്യകനായിട്ട് ഞാൻ നിൽക്കണം. അതാണ് എല്ലാവരുടെ ആഗ്രഹം. അല്ലെങ്കിൽ ഈ വീട്ടിൽ എത്ര ഗുണമുണ്ട്? താരങ്ങ കൊണ്ടുവന്ന് ഈ കട്ടിലിന്റെ കീഴിലാണ് കൊണ്ടുവയ്ക്കുന്നത്. ചെറുക്കനെ പറഞ്ഞു വിട്ടിരിക്കുന്നു, അതെന്റെ അളിയൻ. ആളെ നേരെ ഒന്ന് വെളുക്കട്ടെ, അവിടെ ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും. എനിക്കൊരു സമാധാനമില്ല ഈ വീട്ടിൽ. വെറുതെ ഇന്ന് കല്യാണം കഴിപ്പിച്ചിട്ട് നീ നോക്കിക്കോ, എന്നെ ഇറങ്ങിക്കോളാം ഇവിടുന്ന്. നമുക്ക് വല്ല വാടക വീട്ടിൽ പോകാൻ കൊച്ചെ. എന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ കേട്ടോ. കൊളമാക്കല്ലേ. തേങ്ങല്ലേ മോളെ, തേങ്ങല്ലേ. എങ്ങനെ വേണമെങ്കിലും തേങ്ങ എടുത്ത് വെച്ച് തിരിക്കാം. നല്ലൊരു ദിവസമല്ലേ എടി, ഇത് എന്റെ ആദ്യരാത്രി അല്ലേ, അല്ലാതെ നിന്റെ അല്ലല്ലോ. എന്തൊക്കെ ഈ പറയുന്നേ? സംസാരിച്ചിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങൾക്കുള്ള സമയമാണ് എന്റെ കുസുമം. പൊട്ടിക്കാനാ വരുത്. രണ്ടിലൊന്ന് എനിക്ക് ഇന്നറിയണം. ഇന്ന് രണ്ടിലൊന്ന്, ഒന്നീ ജയില് അല്ലെങ്കിൽ ജീവിതം. രണ്ടിലൊന്ന് മതിയടി എനിക്ക്. ചേട്ടാ പാല് കുടിയടി, നീ കുടി, നീ കയറ്റി.
നീ എന്താണ് തല്ലിക്കൊല്ലാൻ നിൽക്കുമ്പോൾ നിൽക്കണത്? അല്ല ഞാനേ ആ. ഒരു ചക്ക കുത്തിയിടാൻ നോക്കിയത്. ശരിയാടാത്താണോ ചക്കവുത്തത്? ശല്യം ചെയ്യാൻ വന്നതാണ് കരുതരുത്. അമ്മ വന്ന ഒരു കാര്യം പറയാനായിട്ട്. എന്താ അമ്മാവാ? അമ്മ യാത്ര വയ്ക്കാൻ വന്നത്. കഥ പറയാൻ വന്നതൊന്നുമല്ലല്ലോ. ഓ, നിനക്ക് ഈ സമയത്ത് കോമഡി അവിടെ നിന്നൊക്കെ ഇറങ്ങിയൊരു അമ്മാവനെ അറിയാം. എന്റെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അമ്മാവനാണ്. മോളെ, ദൈവത്തിന് തുല്യ എനിക്ക്. എന്നാ ചൂടാണ്. നീ എങ്ങനെ ഇവിടെ കിടക്കണത്? AC ഇല്ലാതെ എങ്ങനെ കിടക്കും ഇവിടെ? AC ഇല്ലാതെ പറ്റൂല. അയ്യോ, സഹിക്കാൻ പറ്റില്ല. അമ്മാവൻ AC വേണം. മോളെ, ഇവനോ വീട്ടിലേക്ക് തറവാട്ടിലേക്ക് വരുന്നില്ല. നീ ഇവനെ കൂട്ടി ഒരു ദിവസം തറവാട്ടിലേക്ക് വരണം. കേട്ടോ? എടാ, എങ്ങനെ കിടക്കണം ഇവിടെ? AC ഇല്ലാണ്ട് എങ്ങനെയാണ്? AC ഇല്ലാത്തോണ്ട് അമ്മാവന് കിടക്കാനോട്ട് ഒരു ഇതില്ല. എന്താ കഥ അമ്മാവൻ അടയ്ക്കാൻ ഞാൻ അടയ്ക്കണം. അതൊക്കെ നീ തന്നെ അങ്ങ് അടച്ചാൽ മതി. തറവാട്ടിലേക്ക് വരണം രണ്ടുപേരും കൂടെ. അയ്യോ, ഇവിടെ ചൂട്. അയ്യോ, സഹിക്കാനല്ല അമ്മോ. കല്യാണം കഴിഞ്ഞ് മണ്ഡപത്തിന് ഇറങ്ങിയപ്പോ ആദ്യം വണ്ടിക്കോയി കൊടുത്തത് പാതിരാത്രി യാത്ര ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. അയ്യോ, തല്ലി കൊല്ലണ്ടേ? ഓരോടെ കാലാണ് ഇനി തറവാടൊന്ന്. ഓ, അവന്റെ തറവാട്ടിൽ ചെന്ന് കയറിക്കൊള്ളാം. അവന്റെ തറവാട് നീ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലേ? 2 മരക്കമ്പും 4 ഓലയും ചാരി വെക്കുന്നത് ആ തറവാട്. എന്താണ് വേണ്ടത്? AC ഇല്ലാതെ ഉറങ്ങൂല. കോഴിയെ കെട്ടി തൂക്കിച്ചിട്ട് കാറ്റ് കൊള്ളുന്നവനാ അവനിപ്പോ AC. ഞാൻ ഇനി ഈ വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ഇനി ദൈവം തമ്പുരാൻ വന്ന് മുട്ടിയാലും തുറക്കൂല. ഇത് സത്യം, സത്യം, സത്യം. നമ്മുടെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങൾക്കുള്ള സമയമാണ് എന്റെ കുസുമം.